ഹലോ മക്കളെ, അപ്പൊ നമ്മള് ലോ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറയുന്ന ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് UC പ്ലാൻ ഇന്ത്യയിൽ സ്ഥാപിച്ചത്, അതിന്റെ റീസൺസ് നമ്മൾ പഠിച്ചു. ലോ എൻഫോഴ്സ്മെന്റിന്റെ അല്ലെ, ഇന്ത്യയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ലോ എൻഫോഴ്സ്മെന്റ് അല്ലെ, ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് അല്ലെ, അത് എത്രത്തോളം പരിരക്ഷ കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഒത്തിരി കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സ്ഥാപിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലെ. എംപ്ലോയേഴ്സിന് എപ്പോഴും എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ന്യൂ ലോസ് ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതാണ്, ന്യൂ ലോസ് ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ്. In 1984, there were very few laws protecting the environment in India, and there was hardly an enforcement of these laws. അപ്പം 1984 there were very few laws protecting the environment in India. അല്ലെ, അത്തരം ലോസ് ഒന്നും വളരെ കുറവായിരുന്നു. ആൻഡ് ദർ വാസ് ഹാർഡ്ലി എനി എൻഫോഴ്സ്മെന്റ് ഓഫ് ദീസ് ലോസ്. ദ എൻവയോൺമെന്റ് വാസ് ട്രീറ്റഡ് ആസ് എ ഫ്രീ എൻറ്റിറ്റി ആൻഡ് എനി ഇൻഡസ്ട്രി കുഡ് പൊല്യൂട്ട് ദ എയർ ആൻഡ് വാട്ടർ വിതൗട്ട് എനി റെസ്ട്രിക്ഷൻസ്. അപ്പൊ എന്താണ്, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണ് എൻവയോൺമെന്റൽ എന്ന് പറയുന്നത്, എൻവയോൺമെന്റ് അല്ലെ, നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര വെള്ളം വേണമെങ്കിലും പൊല്യൂട്ട് ചെയ്യാം, എത്ര എയർ വേണമെങ്കിലും പൊല്യൂഷന് വിധേയമാക്കാം, ഒരു പ്രശ്നവുമില്ല, ഒരു നിയമത്തിന്റെ ഒരു പ്രശ്നവുമില്ല. ആർക്ക് വേണമെങ്കിലും ഇപ്പൊ വെള്ളത്തിൽ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെയായിരുന്നു അന്നത്തെ കാലഘട്ടം. ഓക്കെ, so whether it was our rivers, air, underground, the environment was being polluted and the health of people disregarded. അല്ലെ, അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത പോലെയായിരുന്നു. Thus, not only was the UC a beneficiary of lower safety standard, but also didn't have to spend any money to clean up the പൊല്യൂഷൻ. ഓക്കെ, അപ്പം UC മാത്രല്ല അല്ലെ, വേറെ ഒരു പുറത്തുള്ള ഏതൊരു കൺട്രിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന പ്ലാന്റേഷൻ ആണെങ്കിലും കുഴപ്പമില്ല അല്ലെ. അവരുടെ കൺട്രീസിൽ നിങ്ങൾ നോക്കിയേ, ഇൻ ദ USA this is a necessary part of the production process. അല്ലെ, US-ലൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എൻവയോൺമെന്റിന് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊല്യൂഷൻ ഫ്രീ ആക്കുക എന്ന് പറയുന്ന ആ പ്രൊഡക്ഷൻ കമ്പനീന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പം ആ ഒരു എക്സ്പെൻസും US-ന് കുറയ്ക്കാൻ പറ്റും. ഇന്ത്യയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അല്ലെ, ആ ഒരു പൈസ ചെലവും എന്ത് ചെയ്യാൻ പറ്റും, US-ന് ഒരു പ്രശ്നമില്ലാണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. അത് അവരുടെ പ്രോഫിറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പൊ അവര് പ്രോഫിറ്റ് എന്നുള്ള ഒരു ടാർഗറ്റോട് കൂടിയാണ് ഇന്ത്യയിൽ ഇത്തരം പ്ലാന്റേഷൻസ് ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഇന്ത്യയിൽ ഇങ്ങനെ പൊല്യൂട്ട് ആക്കിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യും, അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കണം. ഓക്കെ, സോ the Bhopal disaster brought the issue of environment to the forefront. Several thousands of persons who were not associated with the factory in any way were greatly affected because of the poisonous gases leaked from the plant. This made people realize that the existing laws, though weak, only covered the individual workers and not persons who might be injured due to industrial accidents. അപ്പം അവിടുത്തെ നിയമങ്ങൾ, അന്നത്തെ നിയമങ്ങൾ വളരെ വീക്കാണ്. ഇനി ആർക്കെങ്കിലും ആ ഒരു ഇൻഡിവിജ്വൽ വർക്കറിനേക്കാളും അല്ലെ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി, ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് കാരണം എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിച്ചാൽ ആ പേഴ്സണിന് യാതൊരു പ്രൊട്ടക്ഷനൊന്നും അഷർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. In response to this pressure from environmental activists and others, in the years following the Bhopal gas tragedy, the Indian government introduced new laws on the environment. അല്ലെ, അപ്പം ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. Henceforth,
the polluter was to be held accountable for the damage done to the environment. അപ്പം polluter എൻവയോൺമെന്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അത് പൊല്യൂട്ട് ചെയ്യുന്ന ആൾക്കാണ് അല്ലെ, പൊല്യൂട്ടർക്കാണ്. ദ എൻവയോൺമെന്റ് is something that people our generation will share and it could not be destroyed merely for ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അല്ലെ. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് താമസിക്കാനുള്ളതാണ് അല്ലെ. കുറെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ അല്ലെ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് ഇവിടെ വേണം അല്ലെ. നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് ഈ എൻവയോൺമെന്റ് ഇവിടെ വേണം. അപ്പൊ അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർക്ക് അത് എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ വർക്കിനോ വേണ്ടിയിട്ട് പൊല്യൂട്ട് ചെയ്ത് കളയാനുള്ളതല്ല അല്ലെ. ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ ടൈമിൽ ഉള്ള എൻവയോൺമെന്റ് അവരത് സേഫ് ആക്കി നമുക്ക് തന്നു. നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ അത് കൊടുക്കണം അല്ലെ. അപ്പൊ എൻവയോൺമെന്റ് ആരുടെ ഒരു കയ്യിൽ വെക്കുന്ന സാധനമല്ല അല്ലെ, അത് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകേണ്ട സാധനമാണ്. അപ്പം അതിന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊന്നും അതിനെ പൊല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. And the courts also gave a number of judgment upholding the right to a healthy environment as intrinsic to the fundamental right to life അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ് ഉണ്ട് അല്ലെ, ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. in Subhash Kumar versus State of Bihar, the Supreme Court held that the right to life is a fundamental right under Article 21 of the Constitution. നമ്മൾ പറഞ്ഞില്ലേ ഓൾറെഡി. and it includes the right to the enjoyment of right to life എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് right to the enjoyment of pollution free water and air for full enjoyment of life അല്ലെ. ഒരാൾക്ക് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള വെള്ളം കിട്ടണം, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള എയർ ബ്രീത്ത് ചെയ്യാൻ കിട്ടണം. എങ്കിൽ മാത്രമേ അയാൾക്ക് റൈറ്റ് ടു ലൈഫ് അയാൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുകയുള്ളൂ. The government is responsible for setting up laws and procedures that check pollution അല്ലെ. ഗവൺമെന്റ് വേണം അതിനുള്ള മെഷേഴ്സ് എടുക്കാൻ അല്ലെ. പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ, പൊല്യൂഷൻ കൺട്രോൾഡ് ആണോ എന്നൊക്കെയുള്ള മെഷേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? ഗവൺമെന്റിനാണ്. clean rivers and introduce heavy fines for those pollute അല്ലെ. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, എന്തെങ്കിലും ഒരു പൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്നും വലിയൊരു എമൗണ്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അയാളെടുത്ത ഫൈൻ ആയിട്ടോ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കണം അല്ലെ. അങ്ങനത്തെ ശിക്ഷകൾ കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് ഇനി ഒരാൾക്ക് പൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തോന്നുകയില്ല അല്ലെ. മനസ്സിലായോ നിങ്ങൾക്ക്? So, the government is responsible for setting up laws and procedures that can check pollution, clean rivers and introduce heavy fines for those who pollute. Okay. Next, നമ്മൾ നോക്കാൻ പോകുന്നത് environment as a public facility. Environment as a public facility. In recent years, while the courts have come out with strong orders on environmental issues, these have sometimes affected people's livelihoods adversely. For instance, the courts directed industries in residential areas in Delhi to close down or shift out of the city. Okay, courts directed industries in the residential areas of Delhi to close down or shift out of the city. Several of the industries were polluting the neighborhood and discharge from these industries was polluting the river Yamuna because they had been set up without following the rules. അപ്പം എന്ത് ചെയ്തു ഗവൺമെന്റ്? എന്ത് ചെയ്തു? അവിടെയുള്ള ഡൽഹിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസിനോട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താണ്? കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നെയ്ബർഹുഡ് ആയിട്ടുള്ള ഈ ഇൻഡസ്ട്രിന്നൊക്കെ വേസ്റ്റ് വരാനുണ്ട് അല്ലെ. വേസ്റ്റ് ഡിസ്ചാർജ്, പൊല്യൂഷൻ കോസിംഗ് ആയിട്ടുള്ള വേസ്റ്റസ് വരണം. എന്തൊരു പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് വേസ്റ്റ് ഉണ്ടാവും അല്ലെ. അപ്പം ഈ വേസ്റ്റ് എല്ലാം പോയിട്ട് വരുന്നത് എവിടേക്കാണ്? യമുന റിവറിന് ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ അടുത്തുള്ള യമുന എന്ന് പറയുന്ന നദിക്ക് ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ബിക്കോസ് ദേ ഹാഡ് ബീൻ സെറ്റ് അപ്പ് വിത്തൗട്ട് ഫോളോയിങ് ദി റൂൾസ് അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള റൂൾ ഒന്നും ഫോളോ ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം അത് അങ്ങനത്തെ ഒരു ആക്ഷൻ എടുക്കേണ്ടി വന്നു. ബട്ട് while the court's action solved one problem. അപ്പം കോർട്ട് എന്ത് ചെയ്തു? നിങ്ങള് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഇത് ക്ലോസ് ചെയ്യണം അല്ലെ, ഇവിടെ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരു പ്രശ്നം സോൾവ് ആയി അല്ലെ. ആ റിവർ യമുന റിവർ പൊല്യൂട്ടഡ് ആവുന്നു എന്നുള്ള ഒരു പ്രശ്നത്തിന് അവിടെ സോൾവ് ആയി. പക്ഷെ വേറൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു. എന്താണ്?
because of the closure, many workers lost their jobs. ശരിയല്ലേ? അവിടെ ക്ലോസ് ആയി, ഒരു സ്ഥലത്ത് ക്ലോസ് ചെയ്തു. ആ ക്ലോസ് ചെയ്തപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒത്തിരി ആൾക്കാർക്ക് എന്ത് നഷ്ടപ്പെട്ടു? അവരുടെ ജോലി നഷ്ടപ്പെട്ടു. ആൻഡ് others were forced to go for far away places where these factories relocated. അപ്പം ഈ ഒരു സിറ്റിയിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ, നിങ്ങൾ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ഇത് പ്ലേസ് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം അവരിത് മാറ്റി ദൂരെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത സമയത്ത് ഇത്രയും ലോങ് ഡിസ്റ്റൻസ് അല്ലെ, ഇപ്പൊ കോഴിക്കോടുള്ള ഒരു സാധനമാണ്, അത് മാറ്റി ഇപ്പം വല്ല എറണാകുളത്തോ ട്രിവാൻഡ്രത്തേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയേഴ്സിന് അങ്ങ് ലോങ് ഡിസ്റ്റൻസ് പോകേണ്ടി വരും അല്ലെ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ സ്റ്റേ ഒക്കെ മാറേണ്ടി വരും. അപ്പം അതൊരു അല്ലെ, അവിടെ റെന്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ പല പ്രശ്നങ്ങളും അവിടെയും വരും. സോ others were forced to go far away places where these factories have relocated. And the same problem now began to come up in these areas, for now these places become polluted. അപ്പം അവിടെ പോയി കഴിഞ്ഞാല് സെയിം പ്രോബ്ലം now began to come up in these areas അല്ലെ, അവിടെ മാറ്റിയ സമയത്ത് അവിടെയും വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ ആയാലും ഈ പ്രശ്നം. അപ്പം ഏതൊരു പ്രൊഡക്ഷനിൽ വേസ്റ്റ് ഉണ്ടാവും, ആ വേസ്റ്റ് പൊല്യൂഷൻ ഫ്രീ എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസിന് പറ്റണം. And the issue of the safety conditions of workers remain unaddressed. അപ്പം അവിടെയും അല്ലെ റിവർ പൊല്യൂട്ട് ചെയ്യുന്നു, അത്തരത്തിലുള്ള മൊത്തം പ്രശ്നങ്ങളാണ് കൺസിഡറേഷനിൽ വന്നിട്ടുള്ളത് അല്ലെ. അവിടെയും ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ സേഫ്റ്റി അല്ലെ, നമ്മൾ മീഥൈൽ ഐസോസൈനേറ്റ് അല്ലെ ഭോപ്പാൽ ട്രാജഡിയിൽ കണ്ടു. വർക്കേഴ്സിന് അവിടെ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടായിരുന്നില്ല അല്ലെ. 6 മാസത്തോളം എടുത്ത് പഠിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ് അവർ വെറും 15 ദിവസത്തെ കോഴ്സാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഡയറക്റ്റ് ജോലിയിലേക്ക് കയറ്റി വിടുകയാണ്. നിങ്ങൾക്ക് എന്ത് ആക്സിഡന്റ് സംഭവിച്ചാലും അല്ലെങ്കിൽ എന്ത് ജോലി സംബന്ധമായിട്ട് എന്ത് പ്രശ്നം പറ്റിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ വിധി എന്നുള്ള പോലെയാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെയും അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ അല്ലെ, സേഫ്റ്റി മെഷേഴ്സിന്റെ പ്രശ്നങ്ങൾ ഇവിടെയും അൺഅഡ്രസ്ഡ് ആയിട്ട് തന്നെ വച്ചു. Recent research on environmental issues in India has highlighted the fact that the governing concern for the environment among the middle classes is often at the expense of the poor. So, for example, slums need to be clean as a part of cities beautification drive, or as in the case above, a polluting factory is moved to the outskirts of the city. അപ്പം slums ഒക്കെ ക്ലീൻ ചെയ്യല്ലേ. അപ്പം അത്തരത്തിലുള്ള മെഷേഴ്സ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. And while this awareness of the need for a clean environment is increasing, there is little concern for the safety of the workers themselves. അല്ലെ, ഇതൊക്കെ നോക്കുമ്പോഴും there is little concern of the safety of the workers themselves. The challenge is to look for solution where everyone can benefit from a clean environment. One way this can be done is to gradually move to cleaner technologies. എന്താണ് ക്ലീനർ ടെക്നോളജീസ് ആൻഡ് പ്രോസസ്സസ് ഇൻ ഫാക്ടറീസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ് അല്ലെ. ക്ലീനർ ടെക്നോളജീസും പ്രോസസ്സസും ഫാക്ടറിയിൽ അഡോപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു മെത്തേഡാണ് ക്ലീൻ എൻവയോൺമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. The environment has to encourage and support factories to do this. It will need to find those who pollute. എന്ത് ചെയ്യണം? ആരാണോ പൊല്യൂട്ട് ചെയ്യുന്നത് അവർക്ക് എന്ത് കൊടുക്കണം? ഫൈൻ കൊടുക്കണം. This will ensure that the workers' livelihoods are protected. അല്ലെ, ഇത് കാരണം വർക്കേഴ്സിന്റെ ലൈവ്ലിഹുഡ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. ആൻഡ് ബോത്ത് വർക്കേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ലിവിംഗ് അറൌണ്ട് ദ ഫാക്ടറീസ് എൻജോയ് എ സേഫ് എൻവയോൺമെന്റ് അല്ലെ. അപ്പം നമ്മുടെ മീഥൈൽ ഐസോസൈനേറ്റ് റിലീസ് ആയ സമയത്ത് അല്ലെ ചുറ്റുമുള്ള പോപ്പുലേഷന് മൊത്തത്തിൽ എഫക്ട് ആയി. അപ്പം ഇവിടെ ഇങ്ങനത്തെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കേഴ്സും പ്രൊട്ടക്റ്റഡ് ആയി, അതുപോലെ തന്നെ അതിന് ചുറ്റും ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ, അവരും പ്രൊട്ടക്റ്റഡ് ആയി. അപ്പം അത്തരത്തിലുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ സ്റ്റെപ്സ് ഒക്കെ എടുക്കണം. And emissions from vehicles are a major cause of environmental pollution. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. എന്താണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുക അല്ലെ, മോശം ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് ഒക്കെ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ പാർട്ടിക്കിൾസിന്റെ ഔട്ട്കം ഉള്ള പുകയൊക്കെ വരുന്നത് ഒത്തിരി പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ അങ്ങനത്തെ വെഹിക്കിളിൽ നിന്നുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷൻ നമ്മൾ കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. In a series of rulings 19
in a series of rulings, 1998 onwards, the Supreme Court had ordered all, എന്താ ഓർഡർ ചെയ്തിട്ടുള്ളത്? 1998 മുതൽ സുപ്രീം കോർട്ട് ഓർഡർ ചെയ്തിട്ടുള്ള എന്താണ്? all public transport vehicles using diesel were to switch to compressed natural gas CNG. എന്താണ് ഗവൺമെന്റ് ഓർഡർ എന്ന് പറയുന്നത്? എന്താണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്? എല്ലാം അല്ലെ, എന്താണോ ഡീസൽ വെച്ചിട്ട് ഓടിക്കുന്നത് എല്ലാം എങ്ങോട്ട് മാറ്റണം? CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് മാറണം. As a result of this move, air pollution in cities like Delhi come down considerably. അപ്പം ഈ ഒരു മൂവ്മെന്റ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന്, അല്ലെ, സുപ്രീം കോർട്ട് ഇങ്ങനെ ഒരു ഓർഡർ വന്ന സമയത്ത് ഒത്തിരി എയർ പൊല്യൂഷന്റെ എമൗണ്ട് വളരെ അധികമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്തു? ഡീസൽ സപ്ലൈ മൊത്തത്തില് എന്തിലേക്ക് മാറ്റി? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ CNGയിലേക്ക് മാറ്റിയ സമയത്ത് എയർ പൊല്യൂഷൻ ഒത്തിരി കുറയ്ക്കാൻ കാരണമായി. But a recent report by the Center for Science and Environment, New Delhi, shows the presence of high levels of toxic substance in air. അപ്പം റീസെന്റ് ആയിട്ടുള്ള ഒരു കണക്ക് പ്രകാരം എന്താ കിട്ടിയിട്ടുള്ളത്? ഹൈ ലെവൽസ് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് ഇൻ എയർ ഉണ്ടെന്ന് മനസ്സിലായി. ദിസ് ഈസ് ഡ്യൂ ടു എമിഷൻസ് ഫ്രം കാർസ് റൺ ഓൺ ഡീസൽ rather than petrol and a sharp increase in the number of cars on the road. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എയർ പൊല്യൂഷൻ ഇപ്പൊ റീസൺ ആയിട്ട് കൂടിയിട്ടുള്ളത്? പെട്രോൾ ഉപയോഗിച്ചിട്ട്, അല്ലെ, എമിഷൻ ഫ്രം കാർ ഡൺ ഓൺ ഡീസൽ rather than പെട്രോൾ, അല്ലെ, ഡീസലില് കൂടുതൽ പെട്രോളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ ഉപയോഗിക്കുന്നത് കാരണം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എങ്ങനെയാണ്? എല്ലാ വീട്ടിലും ഓരോ കാറായിരുന്നു, അല്ലെ, മുമ്പൊക്കെ എല്ലാ വീട്ടിലും ഓരോ 1-2 ടൂ വീലറാണ്. ഇപ്പം അതുപോലെ തന്നെ കാറിന്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പം കാറിന്റെ എണ്ണം ഓരോ വീട്ടിലും വെച്ചിട്ട് കൂടുന്ന സമയത്ത് അത്രയും കാറുകൾ റോഡിലേക്ക് ഓടുന്നുണ്ട്, അത്രയും പുക, അത്രയും പൊല്യൂഷൻ, അത്രയും എയർ പൊല്യൂഷൻ, അല്ലെ, എക്സ്റ്റെൻഡ് കൂടാണ്, അല്ലെ, നമ്പർ ഓഫ് വെഹിക്കിളിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചല്ലേ. അപ്പൊ കൂടുതൽ ആൾക്കാർ ഇപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും പ്രിഫർ ചെയ്യുന്നില്ല, അല്ലെ, എല്ലാ ആൾക്കാർക്കും സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, സ്വന്തമായിട്ട് വണ്ടി എടുക്കുക ചെയ്യുന്നത്. അപ്പം അതൊരു പൊല്യൂഷന് വലിയൊരു എമൗണ്ടിൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. Advanced countries relocating the toxic and hazardous industries to developing countries to take advantage of the weaker laws in these countries and keep their own countries safe. അതാണ് പോയിന്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ അഡ്വാൻസ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യും? റീലൊക്കേറ്റിംഗ് ദ ടോക്സിക് ആൻഡ് ഹസാർഡസ് ഇൻഡസ്ട്രീസ്, അല്ലെ, ഇങ്ങനെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഈ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? എങ്ങോട്ടേക്ക് വിടും? റീലൊക്കേറ്റ് ചെയ്യും ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക്. എന്താ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണ്? അവരെന്ത് ചെയ്യും? ഈ ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ എന്താണ്? വീക്കർ ലോസ് ആണ്. ഓക്കെ, അപ്പം അവരുടെ കൺട്രീസ് നല്ല ക്ലിയർ ആൻഡ് സേഫ് ആക്കി വെക്കുകയും ചെയ്യാം. ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ വലിയ നിയമത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ എത്ര വേണമെങ്കിലും പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യാം, ഒരു പ്രശ്നമില്ല. അവരുടെ കൺട്രി സേഫായി, ബാക്കിയുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് നാശത്തിലേക്കും പോകും. ആൻഡ് സൗത്ത് ഏഷ്യൻ കൺട്രീസ്, particularly ഇന്ത്യ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ. അപ്പം ഇന്ത്യയും ബംഗ്ലാദേശും നമ്മുടെ പാകിസ്ഥാനും ഒക്കെ play host for industries producing pesticides, asbestos or processing zinc and lead. അപ്പം ഇതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡംപിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കൺട്രീസ് ആണ് ഈ നമ്മുടെ ഇന്ത്യ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഒക്കെ. ഈ ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ പൊല്യൂഷൻ കോസിങ് ആയിട്ടുള്ള സാധനങ്ങൾ, പെസ്റ്റിസൈഡ്സ്, ആസ്ബെസ്റ്റോസ്, സിങ്ക്, ലെഡ്, ഇതിന്റെ ഒക്കെ ഒരു ഡംപിങ് പോലെ കാണുന്ന കൺട്രീസ് ആണ് ഇന്ത്യ, പാക് ഒക്കെ. ഓക്കെ, ഷിപ്പ് ബ്രേക്കിംഗ് is another hazardous industry that is growing rapidly in the South Asia. അടുത്തൊരു കാര്യമാണ് ഷിപ്പ് ബ്രേക്കിംഗ്. ഓക്കെ, ഷിപ്പ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഹസാർഡസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഴയ ഷിപ്പ് കുറെ കാലം കഴിയുമ്പോൾ ഷിപ്പിന് നാശം വരും, അല്ലെ. ഷിപ്പ്, ഓൾഡർ ഷിപ്പ് വിച്ച് ആർ നോട്ട് ഇൻ യൂസ്, എന്ത് ചെയ്യും? ഈ നശിച്ച ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറെ പോയിസണസ് ആയിട്ടുള്ള മെറ്റലൊക്കെ ഉണ്ടാവും, ലെഡൊക്കെ ഉണ്ടാവും, അല്ലെ, ചിലപ്പോൾ പല പോയിസണസ് ആയിട്ടുള്ള മെറ്റലും ഉണ്ടാവും. ഈ മെറ്റല് അവരെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ടാവും പോയിസണസ് ആയിട്ടുള്ള. സോ all the ships no longer in use are sent to shipyards in Bangladesh and India for scraping.
അല്ലെ. അതിന്റെ സ്ക്രേപ്പിങ്ങിന് വേണ്ടിയിട്ട് എവിടേക്കാണ് വിടുന്നത്? ഒന്നിലെ ബംഗ്ലാദേശില് അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഡംപ് ചെയ്യും. ആ സമയത്ത് ദീസ് ഷിപ്പ് കണ്ടെയ്ൻ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആൻഡ് ഹാംഫുൾ സബ്സ്റ്റൻസസ് അല്ലെ. ഇതിനകത്ത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് ഈ പഴയതാകുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനത്തെ ഇന്ത്യ ബംഗ്ലാദേശ് പോലത്തെ കൺട്രിയിലേക്കൊക്കെ ഡംപ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പം അത് ഇന്ത്യക്കാർക്കാണ് അതിന്റെ പ്രശ്നം വരിക അല്ലെ. ഇവിടെ അത്ര ലോസ് ഒന്നും അത്ര കുഴപ്പമില്ല എന്ന് അറിയുകയും ചെയ്യാം. ഓക്കെ, സോ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ചാപ്റ്ററിന്റെ. എന്താണ് നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ലോസ് ആർ നെസസറി ഇൻ മെനി സിറ്റുവേഷൻ അല്ലെ. നിയമങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു മുമ്പ് നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളതാണല്ലോ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നിയർ ലോസ് ടു പ്രൊട്ടക്ട് ന്യൂ ലോസ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ് അല്ലെ. എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങൾ വേണമെന്ന് പറഞ്ഞു. ടു ക്ലീൻ അപ്പ് പൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞു അല്ലെ. പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള അല്ലെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അതിനുള്ള മെഷേഴ്സ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മള് ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ് അല്ലെ ആർട്ടിക്കിൾ 21ന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എൻജോയ്മെന്റ് ഓഫ് പൊല്യൂഷൻ ഫ്രീ വാട്ടർ ആൻഡ് എയർ ഫോർ ഫുൾ എൻജോയ്മെന്റ് ഓഫ് ലൈഫ് അല്ലെ. അത് അച്ചീവ് ചെയ്യാന്നുള്ളത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കറക്റ്റ് ആയിട്ട് പൊല്യൂഷൻ ഒക്കെ ചെക്ക് ചെയ്യണം, റിവർ ഒക്കെ കറക്റ്റ് ക്ലീൻ ചെയ്യണം. ആരെങ്കിലും പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള ശക്തമായിട്ടുള്ള ശിക്ഷാ നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഡൽഹിയിൽ ഒരു ഇൻസിഡന്റ് പഠിച്ചു അല്ലെ. അവിടെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, യമുന നദിക്ക് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കാരണം അതിന് റീലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. റീലൊക്കേറ്റ് ചെയ്തപ്പോൾ പൊല്യൂഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പക്ഷെ അവിടെ ജോലി ചെയ്തിട്ടുള്ള എംപ്ലോയേഴ്സിന് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. കുറെ ആൾക്കാർക്ക് വീണ്ടും ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് ജോലി ചെയ്യേണ്ടതായിട്ടും വന്നു. അപ്പൊ അതൊരു വേറൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കൺട്രീസ് അല്ലെ ഇന്ത്യ പോലെയുള്ള കൺട്രീസ് എന്തുകൊണ്ടാണ് ഫോറിൻ ഡെവലപ്ഡ് കൺട്രീസ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. നമ്മുടെ കാര്യങ്ങൾ എന്താണ് അവിടെയൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഒത്തിരി മെഷേഴ്സ്. ഇപ്പൊ എയർ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CNG പ്രിഫർ ചെയ്തു. അപ്പൊ ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാറിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പൊല്യൂഷൻ പിന്നെയും കൂടാനുള്ളൊരു ചാൻസ് നമ്മൾ കണ്ടു അല്ലെ. ഇന്ത്യയിലൊക്കെ വീക്കർ ലോസ് ആയത് കാരണം ഇങ്ങനത്തെ കൺട്രീസ് അവർക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അവരുടെ കൺട്രി സേഫ് ആക്കി വെച്ചിട്ട് ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാനിലൊക്കെ ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ഷിപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഷിപ്പ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പഴകിയ ഷിപ്പൊക്കെ സ്ക്രേപ്പിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യ പോലത്തെ കൺട്രിയിലേക്ക് കൊണ്ടുവിടും. അപ്പൊ ഇവിടെയാണ് പോയിസണസ് ആയിട്ടുള്ള ഹസാഡസ് ആയിട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ള റിമൈൻസ് ഒക്കെ നമ്മുടെ കൺട്രിയിലാണ് അതിന്റെ നാശങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം. So laws are necessary in many situations, whether this be in market, office or factory, so as to protect people from unfair practices അല്ലെ. അതന്നെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ആൾക്കാര് അൺഫെയർ പ്രാക്ടീസസ് നടത്തുന്നുണ്ടെന്ന് വിചാരിച്ചോ, നിയമം ശക്തമാണെന്ന് വിചാരിച്ചോ. ഒരു രാജ്യത്തിന്റെ നിയമം വളരെ ശക്തമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒന്നും ചെയ്യൂല അല്ലെ. എന്തെങ്കിലും ഒരു വലിയൊരു തെറ്റ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഗൾഫ് രാജ്യങ്ങളിലെ നിയമം ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നത് കേട്ടിട്ടാണ്. എന്താണ് അവിടെ ആൾക്കാരപ്പം തെറ്റുകൾ ചെയ്യുന്ന എമൗണ്ട് കുറവായിരിക്കും. കാരണം അവർക്ക് അറിയാം എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത്ര ശിക്ഷ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് അറിയാം. പക്ഷെ ഇന്ത്യയിലെ നിയമങ്ങൾ എന്താണ്? കുറച്ചും കൂടി ലിബറൽ ആണ്. ഓക്കെ, അവര് റൈറ്റ് ടു ലൈഫും കൂടെ അതും കൂടെ പറയണം അവിടെ. കാരണം ഇന്ത്യയിലെ നിയമം അല്ലെ ഒരാളെ കൊല്ലാനൊന്നും ആർക്കും അങ്ങനെ പറ്റുന്നില്ല. കാരണം ഇന്ത്യയിൽ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അപ്പം ഒരാളുടെ ജീവൻ എടുക്കാനുള്ള ഒരു അധികാരം വേറൊരാൾക്കില്ല, അല്ലെങ്കിൽ അയാളുടെ ലൈഫിനും വിലയുണ്ട്. ഇപ്പൊ കുറ്റം ചെയ്ത ആൾക്കാർക്ക് പോലും ജീവന് വില കൊടുത്തിട്ടുള്ള ആ ഒരു രീതിയും കൂടെ മനുഷ്യാവകാശം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇന്ത്യയിലെ നിയമം പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിയമം അത്ര സ്ട്രിക്റ്റ് ആക്കാത്തത്. ആൻഡ് private companies, contractors, business persons, in order to make higher profit, resort to unfair practices such as paying workers low wages അല്ലെ. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ആയിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാര് എംപ്ലോയീസ് ഒക്കെ എന്ത് ചെയ്യും? വർക്കേഴ്സിന് കുറഞ്ഞ പൈസ കൊടുക്കും, കുട്ടികളെയൊക്കെ ജോലിക്ക് വെക്കും. ഓക്കെ,
കുട്ടികളെ ജോലിക്ക് വെച്ചാൽ എന്താ, ഒന്നിലെ പൈസ കൊടുക്കണ്ട, കുറച്ച് ഫുഡൊക്കെ കൊടുത്താൽ മതി അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെ, ചൈൽഡ് ലേബർ എടുപ്പിക്കും. ആൻഡ് ഇഗ്നോറിംഗ് ദ കണ്ടീഷൻ ഓഫ് വർക്ക്, ഇഗ്നോറിംഗ് ദ ഡാമേജ് ടു ദ എൻവയോൺമെന്റ് അല്ലെ. ഇയാള് ഈ ഒരു ഫാക്ടറി ആയിക്കോട്ടെ, ഈ ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഈ ബിസിനസ് ചെയ്തു കഴിഞ്ഞാല് എൻവയോൺമെന്റിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും കൺസിഡർ ചെയ്യില്ല. കാരണം എന്താ, എൻവയോൺമെന്റിന് ഡാമേജ് ചെയ്താൽ ഇവിടെ നിയമങ്ങൾ അത്ര സ്ട്രോങ് ഒന്നും അല്ല എന്നുള്ള ഒരു ചിന്തയിൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ആൻഡ് ഹെൻസ് ദ പീപ്പിൾ ഇൻ ദ നെയ്ബർഹുഡ് അല്ലെ. അപ്പം എൻവയോൺമെന്റ്, ഒരാൾ ഒരു സ്ഥലത്ത് ഒരു എൻവയോൺമെന്റ് പൊല്യൂഷൻ കോസിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് അയാളെ മാത്രമാണോ ബാധിക്കുക? അല്ലല്ലേ, ആ ഒരു എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചുറ്റും ഒത്തിരി ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ബാധിക്കുക. അപ്പൊ അവരെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള നിയമങ്ങൾ വരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. And a major role of the government therefore is to control the activities of private companies അല്ലെ. അപ്പൊ ഗവൺമെന്റിന്റെ റോളാണ് പ്രൈവറ്റ് കമ്പനീസിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക ബൈ മേക്കിംഗ്, എൻഫോഴ്സിങ് ആൻഡ് അപ്ഹോൾഡിങ് ലോസ് അല്ലെ. നിയമങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കണം, എൻഫോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ കുറച്ചും കൂടി എൻഫോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അതുപോലെ തന്നെ നിയമങ്ങൾ എന്ത് ചെയ്യണം, അപ്ഹോൾഡിങ് ലോസ് സോ ആസ് ടു പ്രിവെന്റ് അൺഫെയർ പ്രാക്ടീസസ് അല്ലെ. എന്തെങ്കിലും അൺഫെയർ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യണം. ആൻഡ് എൻഷുർ സോഷ്യൽ ജസ്റ്റിസ് അല്ലെ, ഒരു സാമൂഹ്യ നീതി, എല്ലാ ആൾക്കാർക്കും നീതി അല്ലെ, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള ഒരു അവകാശം അല്ലെ. ഏതാ ആർട്ടിക്കിള്? ആർട്ടിക്കിൾ 21. അപ്പൊ എല്ലാ ആൾക്കാർക്കും, അത് പ്രകാരം എല്ലാ ആൾക്കാർക്കും ശുദ്ധമായിട്ടുള്ള സേഫ് ഡ്രിങ്കിങ് വാട്ടർ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. സേഫ് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള എയർ ബ്രീത്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് റൈറ്റ് ടു ലൈഫിൽ വരുന്നതാണ്. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാ ആൾക്കാർക്കും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദിസ് മീൻ ദാറ്റ് ദ ഗവൺമെന്റ് ഹാസ് ടു മേക്ക് അപ്രോപ്രിയേറ്റ് ലോസ് ആൻഡ് ഓൾസോ ഹാസ് ടു എൻഫോഴ്സ് ദി ലോസ്. ഓക്കെ, അത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ലോസ് ദാറ്റ് ആർ വീക്ക് ആൻഡ് പുവർലി എൻഫോഴ്സ്ഡ് ക്യാൻ കോസ് സീരിയസ് ഹാം അല്ലെ. ആ നിയമങ്ങൾ അത്ര സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഹാം ഉണ്ടാവും അല്ലെ. നമ്മൾ കറക്റ്റ് കണ്ടു അല്ലെ, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഷോഡ്. And while the government has a leading role in this respect, people can exert pressure so that both private companies and the government act in the interest of society അല്ലെ. പ്രൈവറ്റ് കമ്പനീസ് വെറും പ്രോഫിറ്റ് മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ആൾക്കാരുടെ ഇൻട്രസ്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം പ്രൈവറ്റ് കമ്പനീസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. Environment, as we saw, is one example where people have pushed a public cause and the court have upheld the right to healthy environment as intrinsic to the right to life. In this chapter, we have argued that people now must demand that this facility of healthy environment be extended to all അല്ലെ. ആൾക്കാർ ഡിമാൻഡ് ചെയ്യണം അല്ലെ, ഹെൽത്തി ആയിട്ടുള്ള ജീവിക്കാനുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അഷുറൻസ് കിട്ടണം എന്നുള്ള രീതിയിൽ ആൾക്കാര് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ലൈക്ക് വൈസ് വർക്കേഴ്സ് റൈറ്റ്, എന്താണ് വർക്കേഴ്സ് റൈറ്റ്? റൈറ്റ് ടു വർക്ക് അല്ലെ, ജോലി ചെയ്യാനുള്ളത്, റൈറ്റ് ടു ഫെയർ വേജ് അല്ലെ, മാന്യമായിട്ടുള്ള വേതനം കിട്ടാനുള്ളത്, ആൻഡ് ഡീസന്റ് വർക്ക് കണ്ടീഷൻ അല്ലെ, ഹെൽത്തി ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കിട്ടുക. ഇതൊക്കെ എംപ്ലോയ് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ആൾക്കാരുടെ റൈറ്റ് ആണ്. As an area where the situation is still very unfair, people must demand stronger laws അല്ലെ. ആൾക്കാർ പറയണം, ഇതിന് ശക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറയണം. പ്രൊട്ടക്ടിങ് വർക്കേഴ്സ് ഇൻട്രസ്റ്റ് സോ ദാറ്റ് ദി റൈറ്റ് ടു ലൈഫ് ഈസ് അച്ചീവ്ഡ് ഫോർ ആൾ അല്ലെ. എല്ലാ ആൾക്കാർക്കും ജീവിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം കിട്ടുന്നത് വരെ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കണം. സോ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു. എന്താ ചാപ്റ്ററിന്റെ പേരെന്താണ്? ലോ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെ. നിയമങ്ങള്, ലോ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലെ നമ്മൾ പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്? ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെ, എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ അല്ലെ. ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാന്യമായ തൊഴിൽ സാഹചര്യം കിട്ടണം, മാന്യമായ വേതനം കിട്ടണം അല്ലെ. അതുപോലെ തന്നെ അതിന് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ആൾക്കാർക്കുള്ള റൈറ്റ് ടു ലൈഫ് അല്ലെ. ഇതന്നെയാണ് ഇവിടെ
ത്രൂ ഔട്ട് റൈറ്റ് ടു ലൈഫിനെ പറ്റിയിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. മീഥൈൽ ഐസോസൈനേറ്റിന്റെ ഭോപ്പാൽ ട്രാജഡി ഓർത്ത് വെക്കുക. ബാക്കി നിയമങ്ങള്, ചൈൽഡ് ലേബർ എൻഫോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വൃത്തിക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ താങ്ക് യു.